സ്റ്റാർട്ട്. യെസ് മക്കളെ, നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ ലീനിയർ ഇനീക്വാലിറ്റീസ് എന്ന ചാപ്റ്ററാണ്. സോ വെരി ഈസി ആയിട്ടുള്ള ചാപ്റ്റർ, വെരി സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണിത്. സോ ലീനിയർ ഇനീക്വാലിറ്റീസ് എങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, ഗ്രേറ്റർ ദാൻ സൈൻ ഉണ്ട് അല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഉണ്ട്, ലെസ് ദാൻ സൈൻ ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഉണ്ട്. സോ ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഇതുപോലെ ഗ്രാഫ് വരക്കും അല്ലേ. സോ ഗ്രാഫ് വരക്കും മനസ്സിലാക്കുക, ദിസ് ഈസ് എക്സ് ആക്സിസ്, ഇതെന്താണ് വൈ ആക്സിസ് ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ 1 2 3 സോ ഈ രീതിയിലായിരിക്കും പോവുക. ഇങ്ങോട്ടേക്ക് വരുമ്പോഴോ -1 1 2 3 അങ്ങനെ പോവാം. സോ താഴോട്ടേക്കാണെങ്കിൽ -1 -2 താഴോട്ടേക്ക് പോകും. അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്കാണെങ്കിൽ -1 -2. സോ ആ രീതിക്കല്ലേ പോവാം. അതെ, അപ്പോൾ ഇതിനെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് പറയാം. ദിസ് ഈസ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ദിസ് വൺ ഈസ് തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ദിസ് വൺ ഈസ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ് ക്ലിയർ അല്ലേ? ശരി. ഇനി എക്സ് ആക്സിസിൻ്റെ കാര്യം ശ്രദ്ധിച്ചോക്കാം. നമുക്കിപ്പോൾ y is equal to 0 ആണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഇസ് എക്സ് ആക്സിസ്. അതേപോലെ x equal to 0 ആണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഇസ് y ആക്സിസ്. ഓക്കെ അല്ലേ? യെസ്. ഇപ്പോൾ സപ്പോസ് y is equal to ഒരു 2 എന്നൊക്കെ പറഞ്ഞതെന്ന് വിചാരിച്ചോ. y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ പോയിന്റ് ഇതാണ്. സോ ദിസ് വിൽ ബി എന്താണ് പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. അതേപോലെ എക്സ് ഈക്വൽ ടു എനി നമ്പർ 3 or 4 വാട്ട് എവർ, സോ ഇറ്റ് വിൽ ബി പാരലൽ ടു വൈ ആക്സിസ്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്കിവിടെ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം. സി ഒന്ന് ഈ ഷെയ്ഡഡ് പോർഷൻ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക അല്ലേ. സോ ഇപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്നത് ഫോർ എക്സാമ്പിൾ രണ്ട് രീതിയിലാണ് ചോദിക്കുക. ഒന്ന് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ട് പറയാണ് എക്സ് പ്ലസ് വൈ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 5. സോ അറ്റ്ലീസ്റ്റ് 5 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് അല്ലേ. ചിലപ്പോൾ പറയും എക്സും വൈയും പോസിറ്റീവ് ആവണം. സോ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതേപോലെ വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഈ രീതിയിലേക്ക് നമുക്ക് പറയാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡാറ്റ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയുന്നത് 2x പ്ലസ് വൈ, ഓക്കെ, ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. സോ ദ മാക്സിമം ഷുഡ് ബി 10 എന്നൊക്കെ പറയാം. സോ ക്വസ്റ്റ്യനിൽ വേർഡ് പ്രോബ്ലംസ് വരുമ്പോൾ ഇതുപോലെ ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പഠിക്കണം. സോ മോസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇതൊരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് വന്നിട്ട് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക എന്നുള്ള കാര്യം വരുന്നത് അല്ലേ. സോ ഇതൊരു ഗ്രാഫ് തന്നു. ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്നുള്ള രീതിയിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ എത്രയാണ് വരുന്നതെന്നും വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് എത്രയാണ് വരുന്നതെന്നും ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് 0 5 എന്നും 5 0 എന്ന് മനസ്സിലാവും. 0 5 എന്ന് പറയുമ്പോൾ എവിടെ വരിക? എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ആൻഡ് വൈയുടെ വാല്യൂ 5 ആണ്. സോ ദിസ് ഈസ് എക്സ് 0 വരുന്നത് ഇതാണ് ആൻഡ് വൈയുടെ വാല്യൂ ഇവിടെ 5 വരുന്നുണ്ട്. ഓക്കെ, സോ 0 5. അതേപോലെ നേരെ തിരിച്ച് 5 0. സോ എക്സിൻ്റെ വാല്യൂ 5 0. ഇനി ഇതെന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. സോ ഇത് ജോയിൻ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ഇത് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്നല്ലേ. സി ഇതിന് ഒന്നേ ഉള്ളൂ മക്കളെ. സി ഇത് നോക്കുക, ഈ ലൈനിൻ്റെ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ഉണ്ടല്ലോ. ഓക്കെ, ഈ രണ്ട് സൈഡും ആയിട്ടാണല്ലോ വരിക. ഒന്നെങ്കിൽ താഴോട്ടേക്കായിരിക്കും, അല്ലെങ്കിൽ മുകളിലോട്ടായിരിക്കും. നമുക്ക് താഴെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ എം ടേക്കിംഗ് 0 0 എടുക്കുന്ന എടാ 0 + 0 ഗ്രേറ്റർ ദാൻ 5 ആണോ? അല്ല, നമ്മൾ എടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 0 0 ആണ്. ഇത് എക്സ് പ്ലസ് വൈനേക്കാളും ഗ്രേറ്റർ ആണോ? അല്ല. സോ ഗ്രേറ്റർ അല്ലാത്തത് കൊണ്ട് തന്നെ ലെസ് ദാൻ ആണ് നമ്മൾ എടുത്തത്. സാറ്റിസ്ഫൈ ആവുന്നില്ല. 0 + 0 ഈസ് ഗ്രേറ്റർ ദാൻ 5. ട്രൂ ആണോ? ഫോൾസ് ആണ്. സോ അതുകൊണ്ട് ഈ സൈഡിലല്ല വരുന്നത്, ഇതെങ്ങോട്ട് വരും? ഇതുപോലെ വരും. സോ ഇങ്ങനെ പല രീതിയിൽ പല ലൈൻസ് ഉണ്ടാവും. സോ ആ ലൈൻസിനൊക്കെ ഗ്രാഫ് വരച്ച് പോവുക ആൻഡ് കറക്റ്റ് പോയിന്റ് ജോയിൻ ചെയ്യാം. പിന്നീട് നമ്മളോട് ചോദിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുക? സോ ഇതുപോലെ ഇപ്പോൾ ഞാൻ ഈ ഗ്രാഫ് വരച്ചു. ഫോർ എക്സാമ്പിൾ നിങ്ങളിങ്ങനെ ഗ്രാഫ് വരച്ചു. ഓക്കെ, സോ ഇതൊന്ന് വരച്ചു, ഇപ്പുറത്തൊന്ന് വരച്ചു, ഇതുപോലെ ഒരു ലൈനൊക്കെ വരച്ചു. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് യു ആർ ഡ്രോയിങ് ദിസ് ഓൾസോ. ഓക്കെ, എന്നിട്ട് മനസ്സിലായി നമ്മൾ ആ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നത് എന്താ പറയുക? വാട്ട് ഈസ് ദ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? അതായത് ഇവിടെ ഫോർ എക്സാമ്പിൾ ഇത് y0 ആണല്ലോ. ഓക്കെ, സോ ഇത് ഫോർ എക്സാമ്പിൾ 5 0 ആവാം, ഇത് ഇപ്പുറത്ത് 3 0 ആവാം. ഓക്കെ, സോ ഈ പോയിന്റ് കൂടി എന്താണെന്നൊക്കെ ചോദിക്കാം. സി ഒന്നുമില്ല. സി നിങ്ങൾ ഏതാണ് ഇക്വേഷൻസ് രണ്ട്, ഇപ്പോൾ ഈ ലൈന് രണ്ടെണ്ണം അല്ലേ ജോയിൻ ചെയ്യണേ, ഈ രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ എടുക്കുക, സോൾവ് ചെയ്യാം. ഓക്കെ, സോ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ അറിയാമല്ലോ നമുക്കിപ്പോൾ. 2x + 3y = 0 എന്ന് തന്നിട്ട് 3x + 4y = 5 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. ഇത് സൈഡിലേക്ക് LCM ഒക്കെ ആക്കിയിട്ട്. സോ അതുപോലെ സോൾവ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് മേജറായിട്ട് ഇനീക്വാലിറ്റീസ് എന്നുള്ള ടോപ്പിക് എന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ,
ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററോട് പോകാം. നെക്സ്റ്റ് ചാപ്റ്റർ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് AP ആൻഡ് GP എന്ന് പറയും, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, നമുക്കത് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, വി നോ ദാറ്റ് എ സീക്വൻസ് A1 A2 A3 എക്സെട്ര AN is called AP when A2 minus A1 equal to A3 minus A1 equal to കോൺസ്റ്റൻസ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂടി കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണ് വരുന്നത് അല്ലേ, അതായത് കോമൺ ഡിഫറൻസ് ഉണ്ടാവുന്നല്ലേ നമ്മൾ പറഞ്ഞത് അല്ലേ, A2 minus A1 A3 minus A1 A3 minus A2. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ മാത്രമേ എന്ത് വരുള്ളൂ, നമുക്ക് ഇതൊരു AP ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ യു ആർ ടേക്കിംഗ് 2 4 6 ഒക്കെ എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഹിയർ കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് വരുമ്പോഴാണ് നമുക്കത് പറയാൻ പറ്റുക, അത് AP-യിലാണ് എന്ന് പറയാൻ പറ്റുക. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് D is equal to 2 അല്ലേ, ഇവിടെ ഫസ്റ്റ് നമ്പർ ഏതാ 2 അല്ലേ. സോ ഫസ്റ്റ് ടേം A equal to 2. ക്ലിയർ അല്ലേ? യെസ്. ഇനി ദിസ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ദ കോമൺ ഡിഫറൻസ്. പിന്നെ nth ടേം ഓഫ് AP ചോദിക്കാറുണ്ട്, A plus n minus 1 into D അല്ലേ. യെസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6th ടേം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, A plus 5D എന്നൊക്കെ പറയാമല്ലോ. ശരി. പിന്നെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് അറിയാമല്ലോ, എങ്ങനെ ചെയ്യുക. യെസ്, n/2 into A plus L എന്നുള്ളതും പഠിച്ചിട്ടുണ്ട്. അതേപോലെ n/2 into 2A plus n minus 1 into D എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ L എന്നുള്ള ലാസ്റ്റ് ടേം ആണ്. ലാസ്റ്റ് ടേമിൻ്റെ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. A plus n minus 1 into D അല്ലേ. സോ അതെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും n/2 into 2A plus n minus 1 into D എന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന് സമം എന്ന് പറയുമ്പോൾ 1 + 2 + 3 + എക്സെട്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും, n × n + 1/2 ആയിരിക്കും അല്ലേ. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ക്യൂബ് എടുത്ത് പോകുകയാണെന്ന് വെച്ചാൽ 1 cube + 2 cube + 3 cube + എക്സെട്ര ക്യൂബ് എടുത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് n × n + 1/2 ഹോൾ സ്ക്വയർ ആണ്. സോ അതായത് ഇവിടെ എന്താണ് നിങ്ങൾക്ക് കിട്ടുക, അതിൻ്റെ സ്ക്വയർ ആയിരിക്കും കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 1² + 2² + 3² + എക്സെട്ര n² ആണെങ്കിൽ അതെങ്ങനെ വരാം നോക്കാം. 1² + 2² + 3² + എക്സെട്ര n² ആണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് n × n + 1 × 2n + 1/6 ആണ്. ക്ലിയർ അല്ലേ? ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കാൻ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കുക, 1 + 3 + 5 + എക്സെട്ര ചോദിക്കൂലേ. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n² ആണ്. അതേപോലെ n ഈവൻ നമ്പേഴ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി n × n + 1. നമ്മളിപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് 1 + 2 + 3 + 4 + അങ്ങനെ വരില്ലേ, അതിനെങ്ങനെ പഠിച്ചേ, n × n + 1/2 എന്നല്ലേ പഠിച്ചേ. ഈവൻ നമ്പേഴ്സ് ആകുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡബിൾ ആയിരിക്കും ഓരോ നമ്പേഴ്സ്. സോ എന്തായാലും അതിൻ്റെ 2 ചെയ്താൽ മതി. സോ 2 ക്യാൻസൽ ആയിട്ട് ലാസ്റ്റ് n × n + 1 കിട്ടും. പിന്നെ നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, Sn വരും. Sn = 3n + n². 3n + n² എന്ന് തന്നു Sn അല്ലേ. വി നോ ദാറ്റ് സം ഓഫ് 1 ടേം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇറ്റ്സെൽഫ് അല്ലേ. സോ നിങ്ങൾ S1 കണ്ടുപിടിക്കുകയാണെങ്കിൽ A1 അല്ലേ, S1 ഉം A1 ഉം സെയിം ആണല്ലോ. ഓക്കെ, സോ 1 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3 × 1 + 1², സോ വിൽ ഗെറ്റ് 4 അല്ലേ. അതേപോലെ S2 സം ഓഫ് 2 നമ്പേഴ്സ് കിട്ടും. സോ 2 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോ 3 × 2 + 2² വിൽ ഗെറ്റ് 10. സോ ദാറ്റ് ഇത് തമ്മിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്, ഫസ്റ്റ് ടേമിൻ്റെ സം 4ഉം സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും കൂടി കൂട്ടിയാൽ 10 എന്നാണ് പറഞ്ഞത്. സോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ടേം 4 ആണെങ്കിൽ സെക്കൻഡ് ടേം 6 വന്നാലേ അത് ശരിയാവുള്ളൂ അല്ലേ. സോ A1 + A2 ആണ് എന്ത് S2 എന്ന് വരുന്നത്. സോ അതുകൊണ്ട് എന്തായാലും ആൻസർ എന്തായിരിക്കും 6 കിട്ടും. സോ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. S2 - S1 = A2. ഓക്കെ അല്ലേ, ശരി. പിന്നെ അടുത്ത നമ്മളോട് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ് AMs ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ AMൻ്റെ ഇൻസേർട്ട് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, നമുക്കിപ്പോൾ 2-8. ഓക്കെ, സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു. നമുക്ക് എന്തായാലും ഓപ്ഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്ഷനിലുള്ള ഒരു എണ്ണം ഞാൻ 4 6 എടുത്തു. ഈ ഓപ്ഷൻ എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ 2 4 6 8 ഇട്ട് കൊടുക്കുക. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതൊരു AP ആയിട്ട് കിട്ടുന്നുണ്ടോ, അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. ഓപ്ഷൻ എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് AP ആവുന്നുണ്ടോ നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണിത്. mth ടേം ഓഫ് an AP is n and nth ടേം is m, the rth ടേം is എന്താണെന്ന് വെച്ചാൽ. സോ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉള്ളത് ഫസ്റ്റ് ടേം is 2 and സെക്കൻഡ് ടേം is 1 അല്ലേ. ഫിഫ്ത്ത് ടേം is 6 and സിക്സ്ത് ടേം is 5. സോ അങ്ങനെ പറയുവാണെങ്കിൽ അവിടെ എന്തായാലും ഡിഫറൻസ് വിൽ ബി -1. ഓക്കെ, സോ ഡിഫറൻസ് -1 ആയിരിക്കും. സോ അതിനനുസരിച്ച് നമ്മൾ സോൾവ് ചെയ്ത് പോയാൽ മതി. ഓട്ടോമാറ്റിക്കലി വിൽ ഗെറ്റ് rth ടേം is equal to m + n - r എന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, സോ ഇത് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ 8-6 വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ, സോൾവ് ചെയ്ത് നോക്കാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജോമെട്രിക് പ്രോഗ്രഷൻ. ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 4 6 8 അങ്ങനെ പോകണം, അല്ലെങ്കിൽ 3 9 27 അങ്ങനെ പോകണം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ 3 6 12 അതൊക്കെ എടുക്കാം.
അതായത് ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്തു പോവുകയാണെങ്കിലാണ് എന്ത് വരുന്നത്, ജോമെട്രിക് പ്രോഗ്രഷൻ വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ ഫസ്റ്റ് ടേം ഇസ് എ, സെക്കൻഡ് ടേം ഇസ് എ ആർ സ്ക്വയർ എക്സെട്ര AR⁻n−1 അങ്ങനെയൊക്കെ വരികയാണെന്ന് വിചാരിച്ചോ. സോ അങ്ങനെയാണെങ്കിൽ ആറിനെയാണ് നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. അവിടെ എന്തായിരുന്നു, ഡിഫറൻസ് ആയിരുന്നു, ഇവിടെ കോമൺ റേഷ്യോ വരും അല്ലേ. യെസ്. സോ ഫസ്റ്റ് ടേം എ ആണ്, സെക്കൻഡ് ടേം AR ആണ്. അപ്പോൾ nth ടേം വിൽ ബി AR⁻n−1 എന്നുള്ളതാണ് വരുന്നത്. പിന്നെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് GP ചോദിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ A × 1 - R⁻n/1 - R. ഇത് നേരെ തിരിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഇക്വേഷൻ ആണ് സം ഓഫ് ഇൻഫിനിറ്റ് സീരീസ് അല്ല. സം ഓഫ് ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് എന്ന് പറയുമ്പോൾ S∞ അല്ലേ. സോ വേർ R ഈസ് ലെസ് ദാൻ 1, അതായത് 1ൻ്റെയും ഓക്കെ അതേപോലെ -1ൻ്റെയും ഇപ്പുറത്ത് വരികയാണെങ്കിൽ, സോ അതായത് -1ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പർ ആണ് നമുക്കുള്ള R എങ്കിൽ ഓക്കെ. സോ 1ഉം -1ഉം വരാൻ പാടില്ല. ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള വാല്യൂ ആണ് R തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ വിച്ച് ഇസ് ഈക്വൽ ടു A/1 - R ആണ് ഇക്വേഷൻ വരിക. സോ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. A മീൻസ് ഫസ്റ്റ്, R മീൻസ് ദ റേഷ്യോ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ചോദിക്കുന്നത് ഇതുപോലെയുള്ള ക്വസ്റ്റൻ ആണ്. 3 + 33 + 333 + എക്സെട്ര = ഡാഷ്. ഓക്കെ. സോ ഇൻ സച്ച് ക്വസ്റ്റ്യൻ നമ്മളോട് പറയും 4 ഓപ്ഷൻസ് തരും. ഓക്കെ. സോ ആ ഓപ്ഷൻസിൻ്റെ അടുത്ത് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, n = 1 കൊടുത്തതിന് ഒരു ടേമിൻ്റെ സം അല്ലേ ഇടാം, 3 അല്ലേ കിട്ടുക. n = 2 കൊടുത്തു കഴിഞ്ഞാലോ, യെസ് 2 ടേമിൻ്റെ സം എത്രയാണ്, 36 അല്ലേ വരിക. n = 3 ഫോർ സേഫ് പർപ്പസ് 3 കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിലുള്ള എല്ലാത്തിനും എന്ത് ചെയ്യുക, n-ന് 3 കൊടുക്കാം. അപ്പോൾ n-ന് 3 കൊടുക്കാൻ 3 ടേമിൻ്റെ സമ്മാണ് ഉദ്ദേശം അല്ലേ. അപ്പോൾ 3 + 33 + 333 മൂന്നിനെയും കൂടി സം എത്ര വരിക, 369 വരിക. അപ്പോൾ n = 3 എന്ന് ഓപ്ഷൻസ് കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടും. ക്ലിയർ ആണോ? യെസ്. സോ 369 കിട്ടുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കുക, അതായിരിക്കും ആൻസർ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതായത് GP പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഇസ് 27/8. അതായത് 3 ടേംസിൻ്റെ പ്രൊഡക്റ്റ് 27/8 ആണെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് മിഡിൽ വാല്യൂ എന്താണെന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഇപ്പോൾ 27/8 ആണ് 3 ടേംസിൻ്റെ GPന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദ മിഡിൽ ടേം വിൽ ബി ക്യൂബ് റൂട്ട് ഓഫ് 27/8. ഓക്കെ. സോ 3/2 ആയിരിക്കും മിഡിൽ ടേം. ബാക്കി 2 ടേംസ് അതിനനുസരിച്ച് വരും. എന്താണെന്ന് വെച്ചാൽ നോക്കി ചെയ്യാം. യെസ്. നെക്സ്റ്റ് സം ഓഫ് സീരീസ്. ഇത് ഫോർ എക്സാമ്പിൾ 1 + 2 + 4 + എക്സെട്ര n ടേംസ് വരെയാണ് നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ സോ വിൽ ഗെറ്റ് 2⁻n-1. ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3 ടേംസ് ഉണ്ടോ, ഈ 3 ടേംസ് 2⁻3 - 1 7 അല്ലേ. യെസ്. 1 + 2 + 4 7 അല്ലേ. കറക്റ്റ്. അതേപോലെ ജോമെട്രിക് മീൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷനിൽ എടുത്ത് അപ്ലൈ ചെയ്യുക, ദെൻ GP ഫോം ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യാം. ഓക്കെ. യെസ്. പിന്നെ ഇഫ് PQR ആർ ഇൻ AP ആൻഡ് XYZ ആർ ഇൻ GP ദെൻ X⁻Q - R Y⁻R - P Z⁻P - Q is equal to ഡാഷ്. സോ ചോദിക്കാറുണ്ട്. ഇത് ഓർത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ ഓർത്ത് വെച്ചു, ഇറ്റ്സ് 1. ഓക്കെ. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഐഡിയ എന്താ പറയുക, ഇപ്പോൾ PQR in AP എന്ന് പറഞ്ഞു. സോ PQR AP എന്ന് പറയുമ്പോൾ നിങ്ങൾ 3 നമ്പേഴ്സ് എടുക്കുക, സോ ദാറ്റ് ദേ ആർ ഇൻ AP. സോ ഫോർ എക്സാമ്പിൾ 2 4 6 എന്നുള്ള 3 നമ്പർ എടുത്തു. ഓക്കെ. സോ ഞാൻ PQR-ന് 2 4 6 എടുത്തു. അതേപോലെ XYZ GP എന്ന് പറഞ്ഞുകൊണ്ട് സോ ലെറ്റ്സ് ടേക്ക് 2 4 8. ദെൻ ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ രീതിയിൽ ഇപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂസ് അനുസരിച്ചിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. സോ ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. സോ ഇവിടെയൊക്കെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, XYZ GP എന്ന് പറഞ്ഞാൽ അപ്പോൾ GPയിലുള്ള നമ്പേഴ്സ് എടുക്കുക. ആൻഡ് X⁻P = Y⁻Q = Z⁻σ. ഇത് കിട്ടുന്ന വിധത്തിൽ എന്ത് ചെയ്യണം, നമ്പർ എടുക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ XYZ GP ആണല്ലോ. സോ ലെറ്റ്സ് ടേക്ക് 2 4 8 എന്ന് ഞാൻ എടുത്തു. ഓക്കെ. അപ്പോൾ ഇവിടെ കണ്ടോ 2 ഏതോ ഒരു നമ്പർ ഇസ് ഈക്വൽ ടു 4 ഏതോ നമ്പർ = 8 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ 2 എടുത്തു, ഇവിടെ 3 എടുത്തു, ഇവിടെ 6 എടുത്തു. സോ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം, 1/P 1/Q 1/σ എടുക്കണം. അതായത് 1/6 1/3 1/2 എടുക്കണം. സോ ഇത് എടുക്കുമ്പോൾ ഡിഫറൻസ് നോക്ക്, 1/6 എത്രയാണ്, 16.67%. ഇത് എത്രയാണ്, 0.33 ആണ്. ഇത് 0.5 ആണ്. സോ ദ ഡിഫറൻസ് ഇസ് സെയിം. സോ ഇഫ് ദർ ഇസ് കോമൺ ഡിഫറൻസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും, AP ആയിരിക്കും അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ഫോർ പോസിറ്റീവ് അൺഈക്വൽ ക്വാണ്ടിറ്റീസ് AM > GM അല്ലേ. സോ പോസിറ്റീവ് ആയിട്ടുള്ള അൺഈക്വൽ ക്വാണ്ടിറ്റീസിന് എപ്പോഴും AM എന്തായിരിക്കും, > GM. സോ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. AM > or equal to GM > or equal to HM എന്ന് അറിയാം അല്ലേ. ഇഫ് അൺഈക്വൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ എന്താ AM will be greater than GM ആയിരിക്കും. ഓക്കെ. സോ ഈ ക്വസ്റ്റ്യൻസ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്ക്. ഇപ്പോൾ XYZ AP ആണ്. സോ ലെറ്റ്സ് ടേക്ക് 2 4 6 എടുക്കും, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 1 2 3 എടുക്കുക. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് XYZ + 1 എന്നാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് 1 2 3 ആൻഡ് ഓൾസോ 1 2 ഇവിടെ 2 3 + 1 അല്ലേ. സോ ലെറ്റ്സ് 1 2 4. സോ ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, എന്താ കിട്ടുന്നത് നോക്കാം. സോ X-2² = ഡാഷ് എന്ന് ചോദിക്കും. സോ അത് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, സോ ഡയറക്റ്റ് ആയിട്ട് X-ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, Y-യുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. സോ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ. യെസ്. പിന്നെ ഇപ്പോൾ T4 = X T10 = Y
t16 ഈക്വൽ ടു z then y സ്ക്വയർ ഈക്വൽ എക്സ് സെഡ്. ശരി, അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ടേംസ് 3, 9 ആൻഡ് 27. ഈ 3 ടേംസ് ജി പിയിലാണെങ്കിൽ എന്തായാലും 9 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 27 ഇൻറ്റു 3. അത് നോർമലി ജി പിയിലാണെങ്കിൽ അത് അങ്ങനെ വരുള്ളൂ അല്ലേ. ഇത് G1, G2, G3 എന്നുള്ള രീതിയിൽ വരുന്നത്, അല്ലെങ്കിൽ A1, A2, A3 എന്നുള്ള രീതിയിൽ ഫസ്റ്റ് 3 ടേംസാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഗ്യാപ്പ് കണ്ടോ, ഇത് 4th ടേമും 10th ടേമും 16th ടേമും ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടോ, 6ന്റെ ഗ്യാപ്പ് വരുന്നത്. അങ്ങനെയുള്ള ഗ്യാപ്പ് സെയിം ആണെങ്കിലും വി ക്യാൻ സേ ദാറ്റ് y സ്ക്വയർ ഈക്വൽ ടു എക്സ് സെഡ്സ്. അതേ ജി പിയുടെ ഫോമാറ്റ് വയ്ക്കുക. ഇതേ ഓൾസോ വിൽ ബി ഇൻ ജി പി. നിങ്ങൾ അങ്ങനെ നമ്പേഴ്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് 1, 3, പിന്നെ 3 ഇൻറ്റു 3 എത്രയാണ് 9, 27, ഓക്കെ, ഇൻറ്റു 3 81. ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് സെയിം ഗ്യാപ്പിലേക്കാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1, 9 ആൻഡ് 81 സെയിം ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, സോ 1ഉം ഫസ്റ്റ് ടേമും 5th ടേമും നമ്മൾ എടുക്കുകയാണ് അല്ലേ. യെസ്, ഫസ്റ്റ് ടേമിനെ പറ്റി പറയുന്നുണ്ട്, തേർഡ് ടേമിനെ പറ്റി പറയുന്നുണ്ട്, 5th ടേമിനെ പറ്റി. സോ ദാറ്റ് ഡെഫിനറ്റ്ലി ഇത് മൂന്നും എന്തായിരിക്കും ജി പിയിലായിരിക്കും. സോ വി ക്യാൻ സീ ദാറ്റ് 1981 ഇത് എന്തിലാണ് ജി പിയിലാണ്. ജി പിയിലാണെങ്കിൽ y സ്ക്വയർ ഈക്വൽ ടു എക്സ് സെഡ് ഫോർ സാറ്റിസ്ഫൈ ആവണ്ടേ. യെസ്. ഇനി എ ബി സി ആർ ഇൻ ജി പി ദ വാല്യൂ ഓഫ്, എടാ എയും ബിയും സിയും എ പിയിലാണെങ്കിൽ ഇതെല്ലാം കൂടി ഇവിടെ എടുത്തു പോരെ. നിങ്ങൾ എ ബി സി 3 എണ്ണം എ പിയിൽ ഫോം ചെയ്യുന്ന ഒരു രീതിയിൽ 3 ടേംസ് എടുക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എന്ത് കിട്ടും നോക്കുക, ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക, വിൽ ഗെറ്റ് 2. ഓക്കെ, സെറ്റാണോ? പിന്നെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. നിങ്ങൾ എക്ക് 1, 2, 3 തന്നെ കൊടുക്കുക. എക്ക് 1, 2, 3 എന്ന് കൊടുക്കാൻ 1 സ്ക്വയർ 1, 1, 1 തന്നെ കൊടുക്കുക. ഇത് 1, 1, 1 ഉണ്ടെങ്കിലും അതെന്താണ് എ പി ആണല്ലോ, മനസ്സിലായോ? സോ നിങ്ങൾ ഇവിടെ എക്കും 1, ബിക്കും 1, സിക്കും 1 ഇട്ട് കൊടുക്കുക. ഇവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, സോ 1 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 1 പ്ലസ് 6 കിട്ടും. സോ ഇത് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 6 ഡിവൈഡ് ബൈ, ഓക്കെ, 1 ഇൻറ്റു 1 1 ആണ്, പ്ലസ് b into c 1 again 1. So answer is 6/3 equal to 2 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് APGP. സോ ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഒരു 3 to 4 മാർക്സ് നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. സ്റ്റോപ്പ്.